ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയെല്ലാം കൂടി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണെന്നുള്ളതും അറിയാത്തൊരു സംഭവമാണേ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ജസ്ന സലീം എന്ന് പേരുള്ള ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, ഞാൻ അവരൊരു വീഡിയോ കണ്ടു. മരണത്തോട് മല്ലിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ മരണത്തോട് മല്ലിടാൻ മാത്രം എന്താ സംഭവിച്ചെന്നുള്ള ആ വീഡിയോ കയറി നോക്കി. അപ്പോൾ അവർക്ക് ഏതൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ മാറി നൽകി കാലുമ്മലാകെ മന്ത് പോലെ വലുതായിട്ട് ഗുരുതരമായ ആകെ മരിച്ച പോലെ കിടക്കുകയാണ്. മരണത്തോട് മല്ലിടുന്നു തന്നെയാണ് ആ വീഡിയോയിലുള്ളത്. ആ വീഡിയോക്ക് താഴെ പ്രധാനപ്പെട്ട കമൻറ്റുകൾ, ഇത് പടച്ചോൻ തന്ന ശിക്ഷയാണ്, നീ മതങ്ങളെ കളിയാക്കി പരിഹസിച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പിന്നെ ഹിന്ദുക്കൾ ഇത് ഗുരുവായൂരപ്പൻ്റെ ശാപമാണ്, ഗുരുവായൂരപ്പൻ്റെ മറുപടിയാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നിനക്ക് തന്ന പണിയാണ്, ഹിന്ദുക്കളെ പറ്റിച്ചതിന് ഹിന്ദുക്കൾ. ഒരാൾക്ക് പോലും ഇവരുടെ അസുഖത്തിൽ സിമ്പതി ഇല്ല. ആ ഒരു വീഡിയോ ഒന്ന് കാണും. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയെല്ലാം കൂടി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ഹോസ്പിറ്റലിലെ ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കുക നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. ഇതിനന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും ഹോസ്പിറ്റലിലെ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടൊരു നടപടിയോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ കേട്ടാൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് അന്ന് അവിടെ നിന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിലെ വീക്കും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാലിങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാണ് പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരും അവിടുത്തെ ഓണറും. കാരണം അവർ കാരണമല്ല, കാലിലെ കോലനിലകൾ ഒരു തരം മന്ത പിടിച്ച ആളെ പോലെ ഇപ്പോൾ കാലെല്ലാം കൂടി. ഈ ഒരു ഗതി ഇനി ഒരാൾക്കും പോരാത്തതിന് അത് ചോദിക്കാൻ പോയ എന്നാ ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ആ നേഴ്സ് വകവെച്ചിക്കില്ല. എന്നിട്ട് അവർ പോയി കൊടുത്ത് ഞാൻ പോയി താക്കി എന്നുള്ള രീതിയിലൊക്കെ അവർ പോയി കൊടുത്തിട്ട് പോലീസുകാർ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇപ്പോൾ ഇവരുടെ അവസ്ഥ കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കൂടെയുള്ള ആൾ ഭർത്താവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സലീം എന്നുള്ള പേരാണ് പൊതുവെ പേരിൻ്റെ കൂടെ കാണുന്നെങ്കിൽ ഇയാളൊരു അമുസ്ലിമായ ഒരാളാണ്. എന്തായാലും ഇയാൾ അപ്പോൾ എപ്പോഴും വീഡിയോയിൽ ഉണ്ടാവുക. അയാൾ പറയുന്നത് കാല് പോലും മുറിച്ച് മാറ്റിയിടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണെന്നുള്ളതും അറിയാത്തൊരു സംഭവമാണേ. അപ്പോൾ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല.
ഒരുത്തരം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്ന് ഷോക്കായി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാറില്ല, ഇതെന്തേ റെക്കോർഡ് ചെയ്യാഞ്ഞെന്ന്. എൻ്റെ അടുത്ത് ഫോണില്ല, ഒരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കയറ്റണം കേട്ടോ, അല്ലാതെ പറ്റില്ല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഫോൺ എൻ്റെ അടുത്തില്ലായിരുന്നു, ഒരു ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു. ഇപ്പോൾ തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. കാരണം തോറ്റാ കൈയടിക്കാൻ 100 ആളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ജയിച്ചു ചെല്ലുമ്പം സ്വീകരണം കിട്ടുന്നതിനെക്കാട്ടിലും തോറ്റു ചെല്ലുമ്പോഴാണ് സ്വീകരണം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. കാരണം അത്രയും ആൾക്കാർ ജസ്റ്റ് ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാർ തെറ്റ് ചെയ്ത ഒരാൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഞാനാണ് എന്നതിൻ്റെ പേരിൽ ഭയങ്കര സമൂഹം തന്നെയല്ലേ. അല്ലാത്തൊരു എന്താണെന്നാ എനിക്കത് നിങ്ങളോട് പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലാവാനുള്ള കാരണം ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ആ ഹോസ്പിറ്റലിലത്തെ നേഴ്സിനോട് ഇഞ്ചക്ഷൻ മാറി കുത്തിപ്പോയി. അപ്പം മാറി കുത്തിയിട്ടിപ്പം 1 മാസത്തിൻ്റെ അടുത്തായി. അത് പിന്നീട് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. കംപ്ലയിൻറ്റ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലുകാർ വന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കുക എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവരുടെ 5 പൈസ വേണ്ട. എനിക്ക് എൻ്റെ കാല് പഴയത് പോലെ ആക്കി തന്നാൽ മതി. കാലിക്കാണ് അവർ ഇഞ്ചക്ഷൻ വെച്ചത്. എൻ്റെ കാല് പഴയത് പോലെ ആക്കി തന്നാൽ മതി. കാരണം പലർക്കും അത്ഭുതം, കാലിക്കൊക്കെ ആരെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാല് പഴയത് പോലെ ആക്കി തന്നാൽ മതി. എനിക്ക് ഡോക്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ, ചികിത്സ അവിടുന്ന് തന്നെ തന്നാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ അവരവിടുന്ന് ചികിത്സ തരാനോ ഒന്നിനും തയ്യാറായില്ല. അപ്പം എനിക്ക് ഒരുപാട് കാലത്തേക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ പതിയെ നടക്കൽ തുടങ്ങി. പിന്നെ എന്താ പറയുക, ഒരു സമയത്തിലപ്പുറം നടന്നാൽ കാല് വീങ്ങിയിട്ട് പിന്നെ താഴെ വെക്കാൻ പറ്റൂല. അപ്പം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്ക് കാല് വീങ്ങി. അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒരു സംഭവം, അതായത് ഇനിയും ആയിരിക്കും വന്നു കഴിഞ്ഞാൽ, അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പല പ്രശ്നം വരും. ശ്വാസം മുട്ട്, ഇതിനെക്കൂടെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരും, പനി, പിന്നെ ആൾ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു മരുന്ന് എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ നേഴ്സിൻ്റെ ഒരു തെറ്റ് ആ നേഴ്സ് അംഗീകരിക്കുന്നില്ല. അത് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കുന്നത് പോലുമില്ല. അവർക്ക് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇവള് ഒന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ ഒന്ന് കണ്ണൂരോ അല്ലെങ്കിൽ വടകയോ അവിടെ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കാല് ആ ഒരു രൂപത്തിലാവും. പിന്നെ നടക്കാനോ എന്തിന് നിൽക്കാൻ പോലും ആവില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഇപ്പോൾ കാല് മുറിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പ് വരുമോ ഒന്നും അറിയില്ല. കാരണം അത് പറ്റിയതിന് ശേഷം ഇത്രയും ദിവസത്തിനിടയിൽ ആ കാലിന് വേദന മാറിയില്ല. ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിയിട്ട് ഇങ്ങനെ വരണമെങ്കിൽ അത് വെയിലിൽ കയറാക്കല്ലേ. പിന്നെ ആ ഒരു കാലക്ക് മാത്രം വരേണ്ട ഒരു കാര്യമില്ല. നീര് വരുന്ന ആൾക്കാരാണെങ്കിൽ 2 കാലക്കും വരും. പോരാത്തതിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുത്തെ ഡോക്ടർ ഇഞ്ചക്ഷൻ കാര്യമൊക്കെ വെച്ച് എന്നിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ ആ മരുന്നിൻ്റെ പ്രശ്നം അതാണ്, വെയിലിൽ കയറിയില്ലെങ്കിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗതി, ഇങ്ങനത്തെ ഒരു ഗതി ഇനി ഒരാൾക്ക് വരാൻ പാടില്ല. ഈ ഒരു വീഡിയോക്ക് താഴെ പിന്നെ ഇവർ ഭയങ്കരമായുള്ള കമൻ്റ് ആയിരുന്നു, മയ്യത്തപ്പഴ അടുക്കുക, ഭയങ്കര ഈ അധിക്ഷേപങ്ങളൊക്കെ കിട്ടാനുള്ളൊരു കാരണം ഇവർ ഉസ്താദുമാരെ, മുസ്ലിം മതത്തിനെ ഞാൻ ഉപേക്ഷിച്ച, ഇസ്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വീഡിയോ ഇടും. ഇവരൊരുപാട് തെറിയും പറയും കേട്ടോ. കുറേ ആളുകൾ ആവേശ കമ്മിറ്റിക്കാർ തെറിയും പറയും. എന്തത് പടച്ചോൻ്റെ ശിക്ഷയാണോ പടച്ചോൻ്റെ ആദാബാണോ
ഗുരുവായൂരപ്പൻ്റെ മറുപടിയാണ്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവരെ ഹിന്ദുമത വിശ്വാസികളും മുസ്ലിം മത വിശ്വാസികളും ഗംഭീരമായിട്ട് എതിർക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യലുണ്ട്. അതിനൊറ്റ കാരണമുള്ളൂ, അവരെയൊക്കെ വെറുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു നാടകമാണോ എന്ന് അറിഞ്ഞൂടാ, ഇവരൊരു പറ്റിക്കലാണോ? കാരണം വിശ്വസിക്കാൻ പറ്റൂല. വീട്ടിലാകെ അടി നടക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടേ സിമ്പതി പിടിച്ചു പറ്റിയിട്ട് വ്യൂവേഴ്സിനെ കൂട്ടുന്ന സ്വഭാവമൊക്കെ പലർക്കും ഉണ്ട്. ഇനി ഇത് തട്ടിപ്പാണോ? ഇവർക്ക് കാര്യമായിട്ട് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കട്ടെ, നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക, പാവല്ലേ. മതങ്ങളെയൊക്കെ കളിയാക്കി പരിഹസിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ശിക്ഷ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഇതങ്ങനെയാണെന്ന് പറയാനൊന്നും ഞാനാണല്ല. ഇവരുടെ അസുഖവിവരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സിമ്പതി എന്തോ ഉള്ളിൽ തോന്നണില്ല. പല ആൾക്കാരും പല ഇൻഫ്ലുവൻസർമാരും നമുക്ക് യോജിക്കണവരും വിയോജിക്കണവരൊക്കെ ഉണ്ടാവും. അവർക്കൊരു വയ്യാന്ന് പറയുമ്പോൾ അയ്യോ സാരം ചേട്ടാ പാവായിട്ടാ എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. ഇവരുടെ കാര്യം എന്തോ എനിക്കങ്ങനെ തോന്നണില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കൂട്ടത്തിലൊരു സന്തോഷം കൂടി പറയാനുണ്ട്. ഞാൻ ഇന്ന് തിരുവനന്തപുരം പോവുകയാണ് നമ്മുടെ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകണേ. സുഹൃത്തിന് ഭയങ്കര നിർബന്ധം സത്യപ്രതിജ്ഞ കാണണം എന്നുള്ളത്. എന്നാൽ ശരി ആയിക്കോട്ടെ എന്നും കരുതി. ഇപ്പം ഇന്ന് ഞായറാഴ്ച പോകും, നാളെ തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ഉള്ളത്. ആ ഒരു ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലെ ലക്ഷക്കണക്കിനോളം ഉള്ള ആളുകൾക്കിടയിൽ എത്രത്തോളം കാണാൻ പറ്റും എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ ആൾക്കൂട്ടങ്ങളോട് പോകുന്നത് വലിയ പേഴ്സണലി യോജിപ്പൊന്നുമില്ല. എന്തായാലും ഈ ഒരു സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനുള്ളൊരു അവസരം ഉണ്ട്. എല്ലാവരും പ്രാർത്ഥനയിലുണ്ടാവുക. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഫോട്ടോയിൽ കാണുന്ന തങ്ങൾ ആരാണ് എന്നുള്ളതാണ്. ഈ തങ്ങളുടെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. അത് ചോദിക്കാനൊരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു കാരണമുണ്ട്. ഈ തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടി നേതാവായതുകൊണ്ട്, ആത്മീയ നേതാവാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഈ തങ്ങളുടെ കോലം കത്തിച്ചിട്ടുള്ളൊരു പ്രകടനങ്ങളൊക്കെ പല കോതമംഗലം ഭാഗത്തൊക്കെ നടന്നു. SNDP-ക്കാർ പ്രവൃത്തിയോടുള്ള നമ്മുടെ വിയോജിപ്പ് കൂടി പ്രകടിപ്പിക്കാനാണെന്ന് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു തങ്ങളുടെ പേരെന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ തങ്ങളുടെ പേര് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.